ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഈ നിമിഷം ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ശ്രവിക്കാൻ, അങ്ങയുടെ സ്വരം ശ്രവിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. എല്ലാ വേദനകളിലും ദുഃഖങ്ങളിലും അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ നിമിഷം അങ്ങയുടെ പ്രത്യേകമായ അഭിഷേകവും അങ്ങയുടെ വലതുകരത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള തിരുവചനം നമുക്ക് ശ്രവിക്കാം. വലിയ ഒരു ജനക്കൂട്ടം തിങ്ങിഞ്ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. സ്നേഹമുള്ളവരെ, രക്തസ്രാവക്കാരി സ്ത്രീക്ക് ദൈവം നൽകുന്ന അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ചാണല്ലോ വചനം നമ്മോട് പങ്കുവയ്ക്കുക. ഒരു പക്ഷേ ഒരുപാട് തവണ നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. എങ്കിലും ഈ വചനഭാഗം ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്. 12 വർഷങ്ങൾക്ക് ശേഷവും ആ സ്ത്രീക്ക് യേശുവിൽ ആശ്രയിക്കാൻ കഴിഞ്ഞു. വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അതായത് ഈ കാലങ്ങളിൽ ഉടനീളം, ഈ വർഷങ്ങളിലെല്ലാം വലിയ വേദനയിൽ, വലിയ തകർച്ചയിൽ കഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു ആ സ്ത്രീയുടേത്. പക്ഷേ ഇതാ യേശു തൻ്റെ അരികിലേക്ക് വരുമ്പോൾ, തമ്പുരാനെ കണ്ടുമുട്ടുന്ന നിമിഷം അവനിൽ ആശ്രയിക്കാൻ, വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് തൊടാൻ അവൾക്ക് കഴിഞ്ഞു. അതായത് ഇത്ര കാലം വേദന പേറിയിട്ടും ഒരു നിരാശയിലേക്കോ മനസ്സിൻ്റെ ഒരു തളർച്ചയിലേക്കോ അവൾ വഴിമാറിയില്ല. സെഫാനിയായുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ സന്ദേശം ധ്യാനിക്കാം. എത്ര വലിയ തകർച്ചകളും എത്ര വലിയ പ്രതിസന്ധികളും കടന്നു വരുമ്പോഴും നമുക്ക് വിജയം നൽകുന്ന ദൈവം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. എത്ര
കാലങ്ങൾ കടന്നുപോയാലും നമ്മെ സുഖപ്പെടുത്താൻ, നമ്മെ കരം പിടിച്ചുയർത്താൻ അവിടുത്തേക്ക് ഒരു ക്ഷണനേരം മതി എന്നാണല്ലോ ഈ വായിച്ചു കേട്ട സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യുദ്ധമുഖത്ത് നിന്ന് അദ്ദേഹം തൻ്റെ കൂടെയുള്ളവരെ എപ്രകാരമാണ് ശക്തീകരിച്ചതെന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കും. അവരോട് അദ്ദേഹത്തിന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: മുൻപോട്ടുള്ള വഴി എളുപ്പമുള്ളതല്ല. ഒരുപാട് വേദനകളും ഒരുപാട് കഷ്ടതകളും നിറഞ്ഞ കഠിനമായ വഴികളിലൂടെ വേണം യാത്ര ചെയ്യാൻ. എന്തു തന്നെ സംഭവിച്ചാലും, എത്ര വലിയ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നാലും അദ്ദേഹം പറഞ്ഞു, നെവർ സറണ്ടർ, ഒരിക്കലും കീഴടങ്ങരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഇതൊന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കും കീഴടങ്ങേണ്ട, തളർന്നു പോകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം തമ്പുരാൻ നമ്മുടെ ഒപ്പമുണ്ട്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം ഇപ്രകാരം പറയും: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഈ വചനം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും തമ്പുരാൻ പറയുകയാണ്: ശക്തനും ധീരനുമായിരിക്കുക, കാരണം ഞാൻ നിന്റെ ഒപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വലിയ ക്ലേശങ്ങൾ വന്നു ഭവിക്കും. എങ്കിലും ദൈവം ഒപ്പമുണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ ഉറപ്പ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ കേരളത്തിലേക്ക് ഒരു ധ്യാനത്തിനായിട്ട് വന്നു. അവിടെ നമുക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ട്. അങ്കമാലിയിലെ കരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും അവിടെ പോയി ദിവ്യബലി അർപ്പിക്കുമായിരുന്നു. ഈ തവണ അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞ ഒരു അനുഭവം, ഒരു സാക്ഷ്യം, അതൊരു സ്ത്രീയെക്കുറിച്ചാണ്. ആ സ്ത്രീ വലിയ മാരകമായ ഒരു രോഗത്തിൻ്റെ വേദനയുമായി കഴിയുകയായിരുന്നു. രോഗം മറ്റൊന്നുമല്ല, ശ്വാസകോശത്തിൽ രക്തം തളം കെട്ടുന്നു. അതുകൊണ്ട് ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല, വേണ്ടത്ര ആരോഗ്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. സുവിശേഷം പറയുന്നത് പോലെ പല ആശുപത്രികളിലും കടന്നു ചെന്നു, പല ഡോക്ടർമാരുടെയും അടുക്കൽ ചെന്നു, പക്ഷേ യാതൊരു കുറവുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇവരോട് ആരോ ഈ പ്രാർത്ഥനാ കേന്ദ്രത്തെക്കുറിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, അവിടെ നടക്കുന്നത് മറ്റൊന്നുമല്ല, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപാട് ആളുകൾ വന്ന് തമ്പുരാന്റെ മുൻപിൽ, ദിവ്യകാരുണ്യത്തിന് മുൻപിൽ കരങ്ങൾ വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഇടം. ഈ സ്ത്രീ അവിടേക്ക് വന്നു. 2 മാസത്തോളം തുടർച്ചയായി തൻ്റെ വേദനകളിൽ ദൈവസന്നിധിയിൽ ആ സ്ത്രീ കരങ്ങൾ ഉയർത്തി. ഓരോ ദിവസം കഴിയും തോറും ആരോഗ്യം മെച്ചപ്പെട്ടു വന്നു. ഓരോ ദിവസം കഴിയും തോറും ശ്വസിക്കാനുള്ള പ്രയാസം നീങ്ങിപ്പോയി. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ആശുപത്രിയിലേക്ക് കടന്നു ചെന്നു. ഡോക്ടർ ആ സ്ത്രീയെ പരിശോധിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായും സൗഖ്യം നേടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയ ഒരു അത്ഭുതമാണ്. എത്ര വലിയ രോഗവുമാകട്ടെ, എന്തുമാകട്ടെ, ദൈവം വിജയം നൽകാൻ നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ നിറയണം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 16-ാം അധ്യായത്തിൽ പൗലോസിൻ്റെയും സീലാസിൻ്റെയും അനുഭവം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. പൗലോസും സീലാസും യേശുവിനെ പ്രഘോഷിച്ചതുകൊണ്ട്, വചനം പങ്കുവച്ചതുകൊണ്ട് അവർ തടവറയിൽ അടയ്ക്കപ്പെട്ടു. വേണ്ടുവോളം പ്രഹരിച്ചിട്ടാണ് അവരെ തടവറയിൽ അടയ്ക്കുന്നത്. വലിയ മാനസികമായ ക്ലേശത്തിലൂടെ, ശാരീരികമായ വേദനയിലൂടെ കടന്നുപോയ ഒരു രാത്രിയാണല്ലോ. പക്ഷേ വചനം പറയും, ആ രാത്രിയിൽ അവർ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. തമ്പുരാനോട് പ്രാർത്ഥിക്കാം, യേശുനാമം വിളിച്ചപേക്ഷിക്കാം. തങ്ങളുടെ കഷ്ടതയുടെ വലിയ പ്രതിസന്ധിയുടെ നടുവിലിരുന്ന് കൈകാലുകളിൽ ചങ്ങലകൾ വരിഞ്ഞു മുറുകി നിൽക്കുമ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചു. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അവിടെ വലിയ ഒരു ഭൂമികുലുക്കമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി മാറി.
വാതിലുകൾ തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ദേഹത്തുണ്ടായിരുന്ന ചങ്ങലകൾ ഒന്നൊഴിയാതെ അഴിഞ്ഞു വീണു. വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം അവർക്ക് വിജയം നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ചുറ്റുമുള്ള ശത്രുക്കളെല്ലാം, എതിരെ നിന്നവരെല്ലാം അവരെ ബന്ധിച്ചു, അവരെ പ്രഹരിച്ചു, കാരാഗ്രഹത്തിലടച്ചു. ഇല്ലായ്മ ചെയ്യാൻ അവരെല്ലാം പരിശ്രമിക്കുമ്പോഴും ദൈവം അവരെ എപ്രകാരമാണ് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വഴി നടത്തുന്നത് എന്ന് വചനം പങ്കുവെക്കുകയാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം ഇപ്രകാരം പറയും: അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. പ്രിയമുള്ളവരെ, നമ്മൾ എപ്രകാരമാണ് കരുത്ത് നേടേണ്ടത്? കർത്താവിലാണ് നമ്മൾ കരുത്ത് നേടേണ്ടത്. കാരണം നമുക്ക് വിജയം നൽകാൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്, യേശുവാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള ഒന്നായിരിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. അവിടെ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാരിയൂസ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ ഭരണം നടത്താൻ എളുപ്പത്തിന് വേണ്ടി അത് 120 പേർക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവർക്ക് 120 പേർക്കുമായി 3 പേരെ അധിപന്മാരായി നിയമിച്ചു. അവരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ഇപ്രകാരം നമ്മളവിടെ വായിക്കും: അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റെല്ലാ തലവന്മാരെയുംക്കാൾ ശ്രേഷ്ഠനായി അവൻ മാറി. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ ദൈവിക ചൈതന്യം ആ മനുഷ്യനിൽ തുടിച്ചു നിന്നു. അതുകൊണ്ട് മറ്റെല്ലാവരെയും കാൾ ഒരു പടി അവൻ മുൻപിലായിരുന്നു. അവസാനം രാജാവ് ഇങ്ങനെ തീരുമാനിച്ചു: രാജ്യത്തിൻ്റെ അധികാരം മുഴുവൻ ഇവനെ ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം ഇവനിൽ ചില പ്രത്യേകതകളുണ്ട്, ഇവനത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. ഇതറിഞ്ഞ ഉടനെ ചുറ്റുപാടുമുണ്ടായിരുന്ന എല്ലാവർക്കും വലിയ അസൂയ ഉളവായി. അവർ ഈ മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണ്. ഇപ്രകാരം നമ്മൾ വായിക്കും: അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിൻ്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു, ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു: ഈ ദാനിയേലിൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റ് പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. ഇനി ഒന്ന് മാത്രമേ അവനെതിരെ പറയാൻ കഴിയുകയുള്ളൂ, അവൻ്റെ വിശ്വാസം. ഇവരെല്ലാം രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മുൻപിൽ ഒരു നിർദ്ദേശം വെച്ചു: ഇനി വരുന്ന 30 ദിനരാത്രങ്ങൾ ഈ രാജ്യത്തുള്ളവരെല്ലാം അങ്ങയെ ആരാധിക്കണം. അങ്ങയോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. മറ്റേതെങ്കിലും ദേവന്മാരുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സിംഹക്കുഴിയിൽ എറിഞ്ഞ് കൊന്നുകളയണം. പ്രിയമുള്ളവരെ, രാജാവ് ഇത് കേട്ടു. അദ്ദേഹം ആ ഒരു കൽപ്പനയിൽ മുദ്ര വെച്ച് ഒപ്പുവെച്ച് നൽകുകയാണ്. ഇത് അറിഞ്ഞ ഉടനെ ദാനിയേൽ എന്തു ചെയ്തു എന്ന് നമ്മൾ വായിക്കും. രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു കൽപ്പന ഉണ്ട് എന്നറിഞ്ഞിട്ടും, തൻ്റെ ജീവൻ അപായപ്പെടാൻ ഇടയുണ്ട് എന്നറിഞ്ഞിട്ടും ആ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ വായിക്കണം, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. തൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ്റെ, ദാനിയേലിൻ്റെ ചിത്രം അതാണ് വചനം പങ്കുവെക്കുക. പ്രിയമുള്ളവരെ, ശത്രുക്കളായവരെല്ലാം വന്ന് ഈ കാഴ്ച കാണുന്നു. ഇവൻ മറ്റൊരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നറിയുന്നു. ഇത് വന്ന് രാജാവിനോട് പറഞ്ഞ് അങ്ങ് പുറപ്പെടുവിച്ച കൽപ്പന ഉടനെ തന്നെ നിവർത്തിയാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്.
രാജാവിന് മറ്റൊരു നിവൃത്തിയുമില്ലായിരുന്നു. പക്ഷേ എങ്കിലും നാം വായിക്കും, രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ രക്ഷിക്കുന്നതിനു വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവൻ പരിശ്രമിച്ചു. ഇതാ, എതിരു നിൽക്കേണ്ട രാജാവ് പോലും ദാനിയേലിൻ്റെ ജീവൻ രക്ഷിക്കാൻ പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ ഒന്നിനും ആർക്കും നമുക്ക് എതിര് നിൽക്കാൻ കഴിയില്ല. റോമാലേഖനത്തിൻ്റെ 8:31 ആ വചനം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? രാജാവ് യാതൊരു മാർഗവുമില്ലാതെ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. അയാൾ തിരികെ പോയിട്ട് കൊട്ടാരത്തിൽ ആ രാത്രിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉറക്കമില്ലാതെ ഈ മനുഷ്യന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, എപ്രകാരമാണ് ദൈവം നമുക്ക് എതിരു നിൽക്കുന്നവരെ കൂടി നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നത് എന്ന് വചനം പറയുന്നു. തൊട്ടടുത്ത പ്രഭാതത്തിൽ രാജാവ് എഴുന്നേറ്റ് സിംഹക്കുഴിയുടെ അടുക്കലേക്ക് ചെന്നു. അവിടേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടാതെ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ പിന്നീട് വായിക്കും, ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. നോക്കുക, എത്ര മനോഹരമായൊരു വചനഭാഗമാണ്. സിംഹങ്ങളുടെ നടുവിലേക്ക് എറിയപ്പെട്ട ഒരു മനുഷ്യൻ, ഒരുപക്ഷെ അവ കടിച്ചു കീറി ഇല്ലായ്മ ചെയ്യേണ്ട ഒരു മനുഷ്യൻ, ഇതാ ഇപ്രകാരം പറയുന്നു, ദൈവം അവയുടെ വാ മൂടിക്കളഞ്ഞു. മരണമുഖത്ത് നിന്നപ്പോൾ പോലും തമ്പുരാനിൽ ആശ്രയിച്ച, ദൈവത്തെ മുറുകെ പിടിച്ച ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ. അതുകൊണ്ടാണല്ലോ ഇപ്രകാരം പറയുക, ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. പിന്നീട് രാജാവ് ഇപ്രകാരം ആ നാട് മുഴുവൻ അറിയിക്കും, എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തിനു മുൻപിൽ ഭയന്ന് വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല. അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷിച്ചത്. ഇത് ആ രാജാവ് പറയുന്നതാണ്. സ്നേഹമുള്ളവരെ, ഇതാ ഈ ദൈവം നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ്. നമ്മൾ വിശ്വസിക്കുന്ന യേശു നമ്മെ ശക്തിപ്പെടുത്താൻ, നമുക്ക് ജീവൻ നൽകാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധികളിലും തളരേണ്ട ആവശ്യമില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് അവൻ തൻ്റെ സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തും. നമുക്കറിയാമല്ലോ, 1998 ഭരണങ്ങാനത്ത് നടന്ന ഒരു അത്ഭുതം. അത് നമുക്കെല്ലാം അറിവുള്ളതാണ്. അവിടെ ഒരു കുഞ്ഞ് കാൽ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ജനിച്ചു. ഡോക്ടേഴ്സ് ആ കാലിന് ചുറ്റും പ്ലാസ്റ്റർ ഇട്ടു. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അതിൽ അണുബാധയുണ്ടാകാൻ തുടങ്ങി. പിന്നീട് അവർ മുന്നോട്ട് വച്ച ഒരു നിർദ്ദേശം ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാർ മനസ്സിലാക്കി, ഈ ശസ്ത്രക്രിയ നടത്തിയവർക്ക് അത്ര നല്ല രീതിയിലുള്ള സൗഖ്യം ലഭിച്ചിട്ടില്ല. അവരെല്ലാം ഇപ്പോഴും ആ വേദനയോടുകൂടി തന്നെയാണ് ജീവിക്കുക. അവർ ഇത് പോയി വികാരി അച്ഛൻ്റെ അടുക്കൽ പറഞ്ഞു. വികാരി അച്ഛൻ അവരെ വഴി നടത്തിയത് അൽഫോൻസാമയുടെ തീർത്ഥകേന്ദ്രത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, അവിടെ ചെന്ന് ആ ഖബറിടത്തിൻ്റെ അരികിലിരുന്ന് ദിവികാരുണ്യ സന്നിധിയിൽ ഇവർ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഈ കുഞ്ഞിന് വേണ്ടി. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. അവസാനം അവിടെ എന്തു സംഭവിച്ചു എന്ന് ഒരുപക്ഷെ നമുക്കെല്ലാം അറിവുള്ളതാണ്. ഈ കുഞ്ഞുമകൻ പതുക്കെ എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിന്നു. മാതാപിതാക്കളുടെ കരം പിടിച്ച് ചുവട് വയ്ക്കാൻ തുടങ്ങി.
ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആ കാലുകൾ ശക്തിയുള്ളതായി വന്നു. അവസാനം അവൻ ഭംഗിയായിട്ട് നടക്കാൻ ആരംഭിച്ചു. ആ ഒരു അത്ഭുതമാണ് 1998 സംഭവിച്ച ആ ഒരു അത്ഭുതമാണ് അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. ഇങ്ങനെ തളർന്നു പോകുമ്പോഴും ഒരുപക്ഷെ മുൻപോട്ട് ഒരു പടി പോലും നടക്കാൻ കഴിയില്ല എന്ന് അറിയുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ മറന്നു പോകരുത്. തമ്പുരാനിൽ ആശ്രയിച്ചാൽ വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ മധ്യേയുണ്ട് എന്നാണ് വചനം പറയുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 26 അധ്യായത്തിൻ്റെ 11-12 തിരുവചനങ്ങളിൽ ദൈവം ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നു. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ദൈവം നമ്മുടെ ഒപ്പമുണ്ട് എന്ന് വചനത്തിലുടനീളം, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ വായിക്കും. പ്രിയമുള്ളവരെ, രക്തസ്രാവക്കാരി സ്ത്രീക്ക് 12 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നത്. ഈ സിംഹങ്ങളുടെ കുഴിയിൽ നിന്നും അവയുടെ മുൻപിൽ നിന്നും അത്ഭുതകരമായാണല്ലോ ദൈവം ദാനിയേലിനെ രക്ഷിക്കുന്നത്. പൗലോസിനെയും ശീലാസിനെയും തടവറയിൽ നിന്നും വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ തമ്പുരാൻ വഴി നടത്തിയല്ലോ. അങ്ങനെയെങ്കിൽ എത്ര പ്രതിസന്ധിയിലും തമ്പുരാനെ മുറുകെ പിടിക്കുന്നവരാകുക. നമുക്കും ഉറപ്പായും വിജയം ലഭിക്കും. കാരണം കുരിശിൻ്റെ മുൻപിൽ പോലും തളരാതെ ഉയർത്തെഴുന്നേറ്റ ദൈവമല്ലേ നമുക്കുള്ളത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 27 അധ്യായത്തിൽ നമ്മൾ എപ്രകാരമാണ് ശത്രുക്കളെല്ലാം യേശുവിനെ പരിഹസിക്കുന്നത് എന്ന് വായിക്കും. 27 അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങൾ. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ. കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ. ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു. പ്രിയമുള്ളവരെ, ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചല്ലോ, ദൈവം അവനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈശോയെ പരിഹസിക്കുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ ദൈവം അവനെ രക്ഷിച്ചു. 3-ാം ദിവസം നമ്മുടെ തമ്പുരാൻ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവിടുത്തെ ഉയിർപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എത്ര വലിയ പ്രതിസന്ധികളിലും ഒരു ഉയർപ്പുണ്ടാകും, ഒരു വിജയമുണ്ടാകും. നമ്മുടെ ചുറ്റുമുള്ളവർ ഒരു പക്ഷേ നമ്മെ പരിഹസിക്കും, നമ്മെ നിരാശയിലേക്ക് വഴി നടത്താൻ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും തളർന്നു പോകരുത്. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 31 അധ്യായം 6 തിരുവചനം. നിയമാവർത്തന പുസ്തകം 31 അധ്യായത്തിൻ്റെ 6 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരിക്കലും തളർന്നു പോകരുത്, ഒരിക്കലും കീഴടങ്ങരുത്. കാരണം നമ്മുടെ ഒപ്പം, നമ്മുടെ മുൻപിൽ നടക്കുന്ന ദൈവമുണ്ട്. നമ്മൾ ധ്യാനിച്ച ഈ വ്യക്തികളെപ്പോലെ തന്നെ, അവരുടെ ജീവിതത്തെ പോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടും, നമ്മെയും രക്ഷിക്കും, നമ്മെ കരം പിടിച്ചുയർത്തും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.